ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ബീഫ് നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു 5-6 വിസിൽ, അതായത് 15 മിനിറ്റ് വെന്താൽ മതി. അത് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിക്കേണ്ടത്. പിന്നെ അത് നമ്മൾ സൺഫ്ലവർ ഓയിലിട്ട് ആ വെന്ത ബീഫ് വറുത്തെടുക്കണം. പിന്നെ അരിയാനുള്ളത് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത്. പിന്നെ നമ്മളൊരു ചട്ടി വയ്ക്കുക. അതിൽ എള്ളെണ്ണയാണ് ഒഴിക്കണത്. നല്ലെണ്ണ എന്ന് പറയുന്നത് കിട്ടും കടയിൽ. അപ്പോൾ അത് ഒഴിച്ചു. അതിൽ നമ്മൾ കടുക് ഒരു അര ടീസ്പൂൺ കടുകും പൊട്ടിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ചേർത്തു. ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി ഒരു 5 മിനിറ്റ് മതിയാവും വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനാവശ്യമുള്ളൊരു കുറച്ച് ഉപ്പ്, നമ്മൾ ബീഫിൽ ഉപ്പിട്ടുകൊണ്ട് പിന്നെ അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഒരു 1/2 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ ബാക്കി ഉള്ള കറിവേപ്പിലിട്ടു. പിന്നെ മൂത്ത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. ബീഫ് അച്ചാറിന് നല്ലൊരു ഇതായിരിക്കും, ടേസ്റ്റും ഇത് തന്നെയാണ്. പിന്നെ മുളക് പൊടി നമ്മൾ പ്രഷർ കുക്കറിൽ അടിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എരിവിന് അധികമൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടവർ നോക്കി ചെയ്യാം. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഇതൊരു 7 മിനിറ്റ് നേരം സൺഫ്ലവർ ഓയിൽ ഇട്ട് വറുത്ത ബീഫാണിത്. പിന്നെ വേണ്ടത് ഒരു 1/2 ഗ്ലാസ് വിനീഗറാണ്, ആസിഡ് വിനീഗർ എന്ന് പറയും. അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കായംപൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് നല്ലെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.